മീഡിയാസിലേക്ക് സ്വാഗതം. ഐഡൻറ്റിറ്റി സിനിമ ഇറങ്ങി 4ാമത്തെ ദിവസമാണ്. ഈ ഒരു ഞായറാഴ്ച മികച്ച പെർഫോമൻസോടുകൂടി തന്നെ സിനിമ മുന്നോട്ട് പോകുന്നു. ഒരുപക്ഷേ ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷനായിരിക്കും കേരളത്തിൽ നിന്ന് സിനിമയ്ക്ക് വരുന്നത്. ഓരോ ദിവസവും സിനിമയ്ക്കുള്ള അഭിപ്രായം ഗംഭീരമായി തന്നെ വരുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 4ാമത്തെ ദിവസം സിനിമയ്ക്ക് 587ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 45,000-ന് മുകളിൽ ആളുകൾ കണ്ടപ്പോൾ 25% സിനിമയുടെ ഒക്യുപ്പൻസി ആയിട്ട് കാണുന്നത്. ഇന്ന് 3ഓളം ഹൗസ്ഫുൾ ഷോകളും 15ഓളം ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളുമാണ് ട്രാക്കേഴ്സ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സ്വാഭാവികമായി അറിയാം, 3-ന് പകരം ഒരു 20എങ്കിലും ഹൗസ്ഫുൾ ഷോസും ഒരു 40-45ഓളം ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും ഇപ്പോൾ തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ബുക്ക് മൈ ഷോ എടുത്താൽ കാണാവുന്ന കാര്യമാണ്. സിനിമയ്ക്ക് ഇതുവരെ ട്രാക്കേഴ്സ് മുഖാന്തരം പറയുന്നത് 73,94,000 രൂപയാണ് ലഭിച്ചതെന്നുള്ളതാണ്. ഇന്നലെ ഇതേ സമയത്ത് 48 ലക്ഷം രൂപ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലത്തെ ഫൈനൽ കളക്ഷൻ 1,06,00,000 രൂപയായിരുന്നു. അതായത് 1,50,00,000 രൂപയ്ക്കടുത്താണ് സിനിമയുടെ കളക്ഷനായി കേരള കളക്ഷൻ വന്നത്. ഇന്ന് അതേസമയം പ്രതീക്ഷിക്കുന്ന ഇന്ന് ഫൈനൽ കളക്ഷൻ 1,31,00,000 രൂപയാണ്. ഒരുപക്ഷെ അതിന് മുകളിലേക്ക് പോകും. ആദ്യ ദിനമായ 1,48,87,000 രൂപ എന്നുള്ള കളക്ഷൻ്റെ മുകളിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈവനിങ് നൈറ്റ് ഷോസ് എല്ലാം മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ആയതുകൊണ്ട് തന്നെ. അങ്ങനെ വരുമ്പോൾ സിനിമയ്ക്ക് നല്ല ഒരു കളക്ഷൻ 2 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ വരുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇതിനോടകം തന്നെ 3 ദിവസം കൊണ്ട് സിനിമ 11 കോടിയോളമാണ് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലും സിനിമയ്ക്ക് മികച്ച റെസ്പോൺസ് തന്നെയാണ്. 3 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പറയുമ്പോൾ 31 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇന്നും മികച്ച ഒരു കളക്ഷൻ വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇവിടെ 31 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അത് അത്ര കുറഞ്ഞ എമൗണ്ട് ഒന്നുമല്ല. കാരണം ഒരു മലയാള സിനിമ തമിഴ്നാട്ടിൽ പോയി ഓടുന്ന കളക്ഷനാണ്. തമിഴ് സിനിമ മലയാളത്തിൽ വന്ന് ഓടുന്നതല്ല എന്ന് നമ്മൾ മലയാളികൾ ഒന്ന് ബോധ്യപ്പെടാൻ വേണ്ടി തന്നെ പറയുന്ന ഒരു കാര്യവുമാണ്. അപ്പം ഇന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് ഇതുവരെയുള്ള ട്രാക്ക്ഡ് കളക്ഷൻ പറയുന്നത് 4,22,00,000 രൂപയാണ്. അതായത് സിനിമ ഏകദേശം ഒരു 7 കോടിക്കടുത്ത് കേരള കളക്ഷൻ തന്നെ എത്താൻ പോകുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.